സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്കായിരുന്നു വാട്ട് ഈസ് മാറ്റർ എന്നുള്ളത്. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിൽ ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റി, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. സോ നിങ്ങളതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സും അവർ തമ്മിലുള്ള ഡിഫറൻസസും ഒക്കെ ഒന്ന് നോക്കാം. In solid state, the particles of matter are very close to each other. That is closely packed arrangement ആണ് സോളിഡ്സിലുള്ളത്. So there is a strong force of attraction between them. പാർട്ടിക്കിൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡിനകത്ത് മോളിക്യൂൾസിനിടയിൽ സ്പേസ് അല്പം കൂടുതലായിരിക്കും. സോളിഡിൻ്റെ അത്ര ക്ലോസ് ആയിട്ടല്ല പാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ലൂസ്ലി പാക്ക്ഡ് അറേഞ്ച്മെൻ്റ് എന്നറിയപ്പെടും. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ലിക്വിഡ് ഈസ് വീക്കർ ദാൻ ഇറ്റ് ഈസ് ഇൻ സോളിഡ്. സോളിഡിനെക്കാട്ടിലും വീക്കായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സോ ദേ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ഹാവ് ഡെഫിനിറ്റ് വോളിയം. ഷേപ്പ് ഉണ്ടായിരിക്കത്തില്ല, വോളിയം ഉണ്ടായിരിക്കും. അവർ ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ടേക്കൺ ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പ് അത് അറ്റൻഡ് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് ഇൻ്റർമോളിക്കുലർ സ്പേസ് വളരെ കൂടുതലായിരിക്കും. അതായത് മോളിക്യൂൾസിന് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ് ഗേഷ്യസ് സ്റ്റേറ്റ്. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി ഫാർ എവേ ഫ്രം ഈച്ച് അതർ. സോ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ഈസ് വെരി വീക്ക്. ഗ്യാസസ് ഹാവ് നെയ്തർ എ ഡെഫിനിറ്റ് ഷേപ്പ് നോർ വോളിയം. Gases can fill the entire space or volume of a container irrespective of the container size. നമ്മൾ ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ് പഠിച്ചു തുടങ്ങുന്നത്. സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിളിൻ്റെ ഓർഡർലി അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ സോളിഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് അമോർഫസ് സോളിഡ്. In crystalline solid, the constant particles have well-ordered arrangement throughout the solid. That is, they have long range order. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡിനുള്ളത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ്, ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് ഓൺലി അറ്റ് സം പോർഷൻസ് ഓഫ് ദ സോളിഡ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് റെഗുലർ ആയിട്ടല്ല അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ദേ ഹാവ് ഷോർട്ട് റേഞ്ച് ഓർഡർ. അതുകൊണ്ട് അവർക്ക് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇവരുടെ പ്രോപ്പർട്ടീസിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ് അമോർഫസ് സോളിഡും തമ്മിലുള്ള ഡിഫറൻസസ് എക്സാമിനൊക്കെ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഷേപ്പ്. ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ പറയുകയുണ്ടായി ദേ ഹാവ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ്. ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പ് ആർക്കുണ്ടായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡിന്. എന്നാൽ അമോർഫസ് സോളിഡിന് ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി പഠിച്ചത് ഷേപ്പ്. ക്രിസ്റ്റലൈൻ സോളിഡിന് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ്, അമോർഫസ് സോളിഡിന് ഇറഗുലർ ഷേപ്പ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഈസ് മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡിൻ്റെ കേസിൽ ഗ്രാജ്വലി സോഫ്റ്റൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതായത് ചൂടാക്കുന്ന സമയത്ത് അത് സോഫ്റ്റ് ആയി വരത്തതേ ഉള്ളൂ. ഒരു ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് അമോർഫസ് സോളിഡിനില്ല. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കിയത്, മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിൽ ദേ ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫസ് സോളിഡ് ദേ ഗ്രാജ്വലി സോഫ്റ്റൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. മൂന്നാമത്തെ പ്രോപ്പർട്ടി ക്ലീവേജ് പ്രോപ്പർട്ടി. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിൽ വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ ദേ സ്പ്ലിറ്റ് ഇൻ ടു 2 പീസസ് ആൻഡ് ദ ന്യൂലി ജനറേറ്റഡ് സർഫസസ് ആർ പ്ലെയിൻ ആൻഡ് സ്മൂത്ത്. ഇപ്പോൾ പുതുതായിട്ടുണ്ടായ സർഫസ് പ്ലെയിൻ ആയിരിക്കും, അതുപോലെ സ്മൂത്ത് ആയിരിക്കും. ബട്ട് ഇവിടുത്തെ പ്രത്യേകത അമോർഫസ് സോളിഡിൻ്റെ കേസിൽ ഇറഗുലർ സർഫസ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ആ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. കട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കട്ട് ചെയ്ത് കിട്ടുന്ന സർഫസ് എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ.
ദേ ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. അമോർഫസ് സോളിഡിന് ദേ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് അനൈസോട്രോപ്പി. അനൈസോട്രോപ്പി എന്ന് പറയുന്നതും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം അനൈസോട്രോപ്പി ഈ രണ്ട് സോളിഡിന് എങ്ങനെ വേരി ചെയ്യുന്നു നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചറാണ്, എന്നാൽ അമോർഫസ് സോളിഡ് ഐസോട്രോപ്പിക് ഇൻ നേച്ചറാണ്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് അനൈസോട്രോപ്പി എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അനദർ വൺ ഈസ് നേച്ചർ. ക്രിസ്റ്റലൈൻ സോളിഡ് ട്രൂ സോളിഡ്സ് ആണ്, എന്നാൽ അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ദ ലാസ്റ്റ് വൺ ഈസ് ഓർഡർ ഇൻ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ലോങ് റേഞ്ച് ഓർഡർ ആണ് ക്രിസ്റ്റലൈൻ സോളിഡിനുള്ളത്, എന്നാൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് അമോർഫസ് സോളിഡിനുള്ളത്. അപ്പോൾ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ്: ഷേപ്പ്, മെൽറ്റിംഗ് പോയിന്റ്, ക്ലീവേജ് പ്രോപ്പർട്ടി, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, അനൈസോട്രോപ്പി, നേച്ചർ, ഓർഡർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് അനൈസോട്രോപ്പി എന്താണെന്ന് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരുന്നു അനൈസോട്രോപ്പി കാണിച്ചിരുന്നത്. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷനകത്ത് പറയുകയും ചെയ്തു. ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് മെൽറ്റിംഗ് പോയിന്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർ ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻറ്റ് ഡയറക്ഷൻസിൽ ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും തരുന്നത്. ആ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് അനൈസോട്രോപ്പി. ഇനി എന്തുകൊണ്ട് അനൈസോട്രോപ്പി ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ റീസൺ? അനൈസോട്രോപ്പി ഇൻ ക്രിസ്റ്റൽ ഈസ് ഡ്യൂ ടു ഡിഫറൻറ്റ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അലോങ് ഡിഫറൻറ്റ് ഡയറക്ഷൻസ്. ഇത് ശ്രദ്ധിച്ച് ഇവിടെ AB എന്ന് പറയുന്ന ഒരു ലൈനും CD എന്ന് പറയുന്ന ഒരു ലൈനും കാണിച്ചിട്ടുണ്ട്. രണ്ടും ഡിഫറൻറ്റ് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ AB എന്ന് പറഞ്ഞ ഡയറക്ഷനിലുള്ള പാർട്ടിക്കിൾ എല്ലാം സെയിം ആണ്, എന്നാൽ CD എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള പാർട്ടിക്കിൾ ഒന്നിടെ വിട്ട് ഡിഫറൻ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ഈ ഡയറക്ഷനിലും CD എന്ന് പറയുന്ന ഡയറക്ഷനിലും നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് അനൈസോട്രോപ്പി. എന്നാൽ അമോർഫസ് സോളിഡ്സിന് ഇതെല്ലാം സെയിം ആയിരിക്കും. സോ അനൈസോട്രോപ്പി കാണിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും കുറച്ച് എക്സാമ്പിളുകൾ പരിചയപ്പെടാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിളുകളായിട്ടുള്ളതാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഇത് മൂന്നും കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, നാഫ്തലിൻ ഇവരെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിളുകളാണ്. അമോർഫസ് സോളിഡിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെയിൻലി ക്വാർട്സ് ഗ്ലാസ്, റബ്ബർ, ചാർക്കോൾ, കോക്ക്, PVC എക്സെട്ര. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഇനി നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ്, crystalline solids can be classified into 4 categories: molecular solid, ionic solid, metallic solid, covalent solid or network solid. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ 4 ക്ലാസിഫിക്കേഷനാണ്: മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് മോളിക്കുലാർ സോളിഡ്. In molecular solids, the constituent particles are molecules. Molecular solid പേരിലെ പോലെ തന്നെ constituent particles എന്ന് പറയുന്നത് molecules ആയിരിക്കും. They are further subdivided into 3. Molecular solidsനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് തരംതിരിക്കാം. Number 1, non-polar molecular solid. Number 2, polar molecular solid. Number 3, hydrogen bonded molecular solid. അപ്പോൾ മോളിക്കുലാർ സോളിഡിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. മോളിക്കുലാർ സോളിഡ്സിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇനി ഇവ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഇൻ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ എയ്തർ ആറ്റംസ് ലൈക്ക് ആർഗൺ, ഹീലിയം എക്സെട്ര, ഓർ നോൺ പോളാർ മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ, ക്ലോറിൻ, അയഡിൻ എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ളവരായിരിക്കും നോൺ പോളാർ മോളിക്യൂൾസിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. ദ പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സസ് ഓർ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ്. അപ്പം ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും.
നമ്മുടെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. ദേ ആർ സോഫ്റ്റ് സോളിഡ്സ്, നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. സോഫ്റ്റ് സോളിഡ് ആണ്, നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, കണ്ടക്ട് ചെയ്യുന്നില്ല, ആൻഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്, അവരുടെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. These are the characteristics of non-polar molecular solids. Then second one is polar molecular solids. In polar molecular solids, the constant particles are polar molecules like HCl, CO2, SO2, etc. They are held together by strong dipole-dipole interactions. They are soft, non-conductors of electricity, and the melting points are higher than those of non-polar molecular solids. അപ്പം these are the characteristics of polar molecular solids. Then third one is hydrogen bonded molecular solids. ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടഡ്. അപ്പം ഒരു ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ. The binding force between the particle is strong hydrogen bond. അപ്പോൾ ഒരു ആറ്റം ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും, മറ്റൊരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിലുള്ളത്. സോ മോളിക്കുലാർ സോളിഡ്സിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ: നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അയോണിക് സോളിഡ്സ്. In ionic solids, the constant particles are ions. Ionic solidsനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആണ്. These ions are held together by strong electrostatic force of attraction, that is called ionic bond. Okay, they are hard and brittle and have high melting and boiling point. Hard brittle form ആണ്, melting പോയിന്റും boiling പോയിന്റും ഹൈ ആയിരിക്കും. Then they are ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതായത് സോളിഡായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ ഇലക്ട്രിക്കലി ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ബട്ട് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ സൊല്യൂഷൻ സ്റ്റേറ്റ് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രീ അയോൺസ്. ഫ്രീ അയോൺസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് മോൾട്ടൺ സ്റ്റേറ്റ് അഥവാ ഉരുകിയ അവസ്ഥയിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും അയോണിക് സോളിഡ്സ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. എക്സാമ്പിൾസ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അയോണിക് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ അയോണിക് ബോണ്ട്, ഹാർഡ്, ബ്രിട്ടിൽ ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും, മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദെൻ മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്സ്. ഇൻ മെറ്റാലിക് സോളിഡ്സ് ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ മെറ്റൽസ്. മെറ്റാലിക് സോളിഡ്സിൽ പേരിലുള്ളതുപോലെ തന്നെ മെറ്റൽസ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ മെറ്റാലിക് ബോണ്ട്, ദാറ്റ് ഇസ് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നോൺ ആസ് മെറ്റാലിക് ബോണ്ട്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം മെറ്റൽസ് അല്ലേ, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദേ ആർ മാലിയബിൾ, ഡക്റ്റൈൽ ആൻഡ് ഷോ മെറ്റാലിക് ലെസ്സർ. ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസാണ് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി and metallic lesser. Then example, all metals are examples of metallic solids. Then last one is covalent or network solids. In covalent solids the constant particles are atoms. These atoms are held together by strong covalent bond. അപ്പോൾ കോവാലന്റ് സോളിഡ് അഥവാ നെറ്റ്വർക്ക് സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് ആറ്റംസ് ആയിരിക്കും, അവരെ തമ്മിൽ സ്ട്രോങ് കോവാലന്റ് ബോണ്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. They are very strong and brittle, extremely high melting point and are electrical insulators. Example, diamond, silicon carbide. Silicon carbide formula SiC. It is commonly known as carborundum. Another examples are quartz, graphite, etc. സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.